അപ്പോൾ ഈ ക്യാൻസർ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാമോ? ക്യാൻസർ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റല്ല, എന്ത് സിംറ്റമായിട്ടാണ് കുട്ടി വരുന്നത്, കുട്ടീനെ പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് എന്തൊക്കെയാണ് സംശയങ്ങൾ തോന്നുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ രക്താർബുദമാണെങ്കിൽ നമുക്ക് ബ്ലഡ് പരിശോധനയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാം. അതോടൊപ്പം തന്നെ ചില ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ചില രോഗങ്ങൾ, ജെർമിനോമ അങ്ങനെയുള്ള രോഗങ്ങളിലുണ്ടാകുന്ന ജെംസിൽ ട്യൂമേഴ്സ് എന്ന് പറയുന്ന രോഗങ്ങളിലുണ്ടാകുന്ന ചില ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ബ്ലഡിൽ നിന്ന് നമുക്ക് രോഗനിർണയം നടത്താവുന്ന സാഹചര്യങ്ങളാണ്. പിന്നീട് സ്കാനുകൾ, എക്സ്റേസ്, ഇതെല്ലാം ഉപയോഗിച്ച് ശരീരത്തിലുള്ള പല മുഴകളെ നമുക്ക് കാര്യമായിട്ട് പഠനം നടത്താൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് പല ക്ലൂസ് നമുക്ക് ആ രോഗത്തെക്കുറിച്ച് ലഭിക്കും. പക്ഷേ രോഗം വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കണമെങ്കിൽ നമുക്ക് ബയോപ്സി ടെസ്റ്റ് കൂടിയേ തീരൂ. രക്താർബുദത്തിലാണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റും മജ്ജയുടെ ടെസ്റ്റുമാണ് ചെയ്യുന്നത്. അതേസമയം മുഴകളാണെങ്കിൽ ആ മുഴയിൽ നിന്നൊരു ബയോപ്സി നമുക്ക് എടുക്കേണ്ടി വരും. മുഴ ചില കേസുകളിൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തതിനെ നമുക്ക് പരിശോധിക്കാം. പക്ഷേ മിക്ക കേസുകളിലും നമ്മൾ ആ ഒരു സർജറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബയോപ്സി എടുത്ത് പരിശോധിക്കും. അപ്പോൾ ബയോപ്സി എന്ന് പറയുമ്പോൾ ചെറിയൊരു സൂചി ആ മുഴയിലൂടെ പാസ് ചെയ്ത് അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയാണ്. അതോട് നമുക്ക് മനസ്സിലാവും ഇത് എന്താണ്, എക്സാക്ട്ലി എന്ത് ക്യാൻസർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പിന്നീട് അങ്ങോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വേറെ ചില സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഡോക്ടർ മുഴ എടുത്ത് കളയുമെന്ന് ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഈ മുഴകൾ വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതും എവിടെയാണ് ഈ മുഴ, എന്താണ് ഈ മുഴ എന്നതിൽ ആശ്രയിച്ചിട്ടാണ് അതിരിക്കുന്നത്. അല്ലാതെ ഒരു മുഴ ശരീരത്തിൽ നിന്ന് മാറ്റിയിരുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ക്യാൻസറിൻ്റെ ചികിത്സയാവുന്നില്ല. പ്രത്യേകിച്ചും കുട്ടികളിലെ ക്യാൻസറില്ല. കുട്ടികളിലെ ക്യാൻസർ നോക്കുകയാണെങ്കിൽ ഒരു 10-15% താഴെ കുട്ടികളെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ രോഗനിർണയത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് മുഴ മാറ്റിയത് കൊണ്ട് മാത്രം. പല കേസുകളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അതൊരു കാര്യം. പിന്നെ മിക്ക ക്യാൻസറുകൾക്കും കുട്ടികളുടെ ക്യാൻസറിൽ മുഴ നീക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റു ചികിത്സകൾ നൽകേണ്ട ആവശ്യം വരാറുണ്ട്. അത് കഴിഞ്ഞ് ആണ് ആക്ച്വലി നമ്മൾ സർജറിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ചികിത്സ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് കൊടുക്കുന്ന ചികിത്സ മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അത് ഒരു മുഴ നീക്കം മാത്രമല്ല അതിൽ വരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ക്യാൻസറിന് വേണ്ടി കൊടുക്കുന്നതെന്നൊന്ന് പറയാമോ? മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് ക്യാൻസറിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് 3 ചികിത്സാ രീതികളാണ് നമ്മൾ അവലംബിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കീമോതെറാപ്പി ചികിത്സ. കീമോതെറാപ്പി ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുത്തുള്ള ചികിത്സ. അത് കഴിക്കുന്ന മരുന്നുകളാകാം, ഇഞ്ചെക്ഷൻസ് ആകാം. ഇതിനെയാണ് കീമോതെറാപ്പി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സർജറി, അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളുണ്ടെങ്കിൽ ആ മുഴകൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് റേഡിയേഷൻ ചികിത്സ. റേഡിയേഷൻ റേസ് ഉപയോഗിച്ച് ആ മുഴ ഇരുന്ന സ്ഥലം മുഴ നീക്കം ചെയ്തതിന് ശേഷവും ചിലപ്പോൾ മുഴ ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ റേഡിയേഷൻ ചികിത്സ ചെയ്തും ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പല ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി മുതലായിട്ടുള്ള പുതിയ അഡ്വാൻസസും ഇന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് എല്ലാം പെയിൻഫുൾ ആയിട്ടുള്ളതല്ലേ? കുട്ടികൾ ഇതുമായിട്ട് സഹകരിച്ച് പോകുന്നതാണ്. സോ ഇതിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി എന്നതുകൊണ്ട് കുട്ടിക്ക് വേദന ഉണ്ടാകുന്നില്ല. കീമോതെറാപ്പി ഒരു മരുന്ന്, ഏത് മരുന്നും ഇഞ്ചക്ഷനും പോലെയുള്ളൂ. പക്ഷേ സൈഡ് എഫക്ട്സ് അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന തന്നെയാണ്. ക്യാൻസർ എന്നുള്ളൊരു രോഗം ഫൈറ്റ് ചെയ്യാനായിട്ട് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട്, അതായത് ദശകങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന കീമോതെറാപ്പി മരുന്നുകളാണ്. അപ്പോൾ അതിന് സൈഡ് എഫക്ട്സും ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് തെറ്റായിരിക്കും. അത് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ സൈഡ് എഫക്ട്സ് അനുഭവിക്കുന്നത് കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും. അവരത് അറിഞ്ഞിരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം വളരെ എഫക്റ്റീവാണ് അതെല്ലാം. ഇത് ആ എഫിക്കസി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുതിർന്നവർ ആക്ച്വലി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളിലാണ് ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള ക്ഷമത കൂടുതൽ. അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന പല മരുന്നുകളിലും അതേ ഡോസിൽ നമ്മൾ മുതിർന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് ടോളറേറ്റ് ചെയ്തെന്ന് വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അവയവങ്ങൾ വളരെ യങ് ആണ്. അവർക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ ഓടിച്ചാടി കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും മാനസികമായി തളരാനുള്ള സാധ്യത നമുക്ക് അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപാട് ക്ലാസ് മിസ്സാവാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ മാനസികമായിട്ടൊരു പിന്തുണ കൊടുക്കാം? ക്യാൻസർ ചികിത്സ ഇന്നത്തെ കാലത്ത് മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ സർജറി കൊണ്ടോ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും കുട്ടികളുടെ ക്യാൻസറിൽ ചികിത്സ ഒരു ദിവസം 2 ദിവസം കൊണ്ട് കഴിയുന്നതുമല്ല. മാസങ്ങളോളം അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം ചികിത്സ വേണ്ട ക്യാൻസർ രോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞതുമാതിരി കുട്ടികളെ മാത്രമല്ല കുട്ടികളുടെ ഫാമിലിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ സെൻട്രൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം മിസ് ചെയ്യപ്പെടുന്നു, അവരുടെ റുട്ടീൻ ലൈഫ് മിസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അവരുടെ ടീച്ചേഴ്സാണ്, ഒരു ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ്. അവർ വരുന്നു, അവർ നമ്മുടെ കുട്ടികളെ വാർഡിൽ വന്ന് കാണുന്നു. നമുക്ക് പ്ലേ റൂമുണ്ട് കുട്ടികൾക്ക് കളിക്കുവാനായിട്ട്. അവിടെ ഇരുന്ന് അവർ കളിക്കുന്നു, പഠിക്കുന്നു, പാട്ട് പാടുന്നു. ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് റെഗുലർ സ്കൂൾ ലൈഫ് സാധ്യമല്ല എന്നാണോ? ചികിത്സയുടെ ഏത് ഘട്ടത്തിൽ എന്നുള്ള ആശ്രയിച്ചിരിക്കും. ചികിത്സയ്ക്ക് പലപ്പോഴും ഒരു ഇൻറ്റൻസ് ഫേസ് ഉണ്ടായിരിക്കും. ആ ഇൻറ്റൻസ് ഫേസിൽ സൈഡ് എഫക്ട്സും കൂടുതലുണ്ടാകാൻ സാധ്യത. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ അതിന് ശേഷമുള്ള കാഠിന്യം കുറഞ്ഞ ചികിത്സ നൽകുന്ന ഒരു ഫേസ് വരും. ആ സമയത്ത് കുട്ടികൾക്ക് സ്കൂളിലും പോകാം. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോയി തന്നെയാണ് ചികിത്സ തുടരുന്നത്. ചികിത്സയുടെ ഒപ്പം തന്നെയാണ് പഠിച്ചു പോകുന്നത്. അതെ.